കൊലയാളിക്ക് ജയിലിൽ കൊടുക്കുന്ന ചിക്കനും മട്ടനും ബീഫും രാജകീയ ഭക്ഷണം. അത് നിമിത്തമായിരിക്കാം എല്ലാവരും ഓരോരുത്തരെ വെട്ടിക്കൊന്നിട്ട് നേരെ ജയിലിലോട്ട് പോയി കീഴടങ്ങുന്നത്. ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പത്തനംതിട്ട കലഞ്ഞൂർ പാടത്താണ് കൊലപാതകം. പാടം പടയണിപ്പാറയിൽ വൈഷ്ണവിയും സുഹൃത്തും അയൽക്കാരനുമായ വിഷ്ണുവുമാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, എപ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടായത്? ഈ യുവാവിനെയും യുവതിയെയും ആരാണ് കൊലപ്പെടുത്തിയത്? ഞായറാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കലഞ്ഞൂർ പാടം പടയണിപ്പാറ എരുത്വാപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവി എന്ന 28-കാരി, ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്ത് പാടം വിഷ്ണു ഭവനിൽ വിഷ്ണു എന്ന 32-കാരൻ, ഇവർ രണ്ടുപേരെയും വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു ആണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. വിഷ്ണു താമസിച്ചു വന്ന വാടക വീടിന്റെ മുൻവശത്താണ് അക്രമം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് തന്നെ വൈഷ്ണവി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത്. അക്രമം ഉണ്ടായ ശേഷം ബൈജു തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് താൻ ഭാര്യയെയും അവർക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ബൈജുവിനെയും വെട്ടിയ കാര്യം പറയുന്നത്. അങ്ങനെ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് ബൈജുവിനെയും അതോടൊപ്പം തന്നെ മരിച്ച വൈഷ്ണവിയുടെ മൃതശരീരവും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. രാത്രി തന്നെ ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വൈഷ്ണവിയുടെ ഫോണിലേക്ക് വിഷ്ണു അയച്ചതായി പറയുന്ന ചില വാട്സപ്പ് സന്ദേശങ്ങളെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ബൈജുവിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണിത്. ഇതേ തുടർന്നാണ് ബൈജു കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാവുന്ന പ്രാഥമികമായ വിവരം. അതേസമയം തന്നെ കസ്റ്റഡിയിലുള്ള ബൈജുവിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രാവിലെ 10 മണിയോടുകൂടി മൃതശരീരങ്ങൾ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. ശരി അഭിലാൽ. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ്. വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധം എന്ന് സംശയിച്ചാണ് കൊലപാതകം. വിശദാംശങ്ങൾ വിനു മോഹൻ നൽകും. വിനു, ദാരുണമായ 2 കൊലപാതകങ്ങളാണ്. ഇതിന് കാരണം സംശയമെന്ന് ബൈജു പോലീസിനോട് സമ്മതിച്ചു. ഇവിടെ പോലീസിന്റെ FIR-ൽ പറയുന്നത് അങ്ങനെയാണ്. കൊല്ലപ്പെട്ട വൈഷ്ണവിയും തൊട്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സംശയിച്ചുകൊണ്ടാണ് കൊലപാതകം എന്നുള്ളതാണ് FIR-ൽ പറയുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. രാത്രിയിൽ വീട്ടിൽ വെച്ച് വൈഷ്ണവിയും ഭർത്താവ് ബൈജുവും തമ്മിൽ വഴക്കുണ്ടാകുന്നതിനെ തുടർന്നാണ് ബൈജു കൊടുവാളെടുക്കുന്നു. ഭയന്ന് വൈഷ്ണവി ഓടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തൊട്ടടുത്ത വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീട് വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. വിഷ്ണുവും വിഷ്ണുവിന്റെ അമ്മയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. രാത്രി 11 മണിയോടുകൂടി വൈഷ്ണവി നിലവിളിച്ചുകൊണ്ട് ഓടി ഈ വീടിന്റെ മുന്നിലേക്ക് വരികയാണ്. വീടിന്റെ മുന്നിൽ ആയിട്ട് ആ സിറ്റൗട്ടിലിട്ടാണ് വൈഷ്ണവിയെ കൊടുവാള് കൊണ്ട് ബൈജു വെട്ടിക്കൊല്ലുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ റോഡിലടക്കം രക്തം തെറിച്ചിട്ടുണ്ട്. ഈ കാണുന്ന വീടിന്റെ വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ സിറ്റൗട്ടിലിട്ടാണ് വൈഷ്ണവിയെ വെട്ടിക്കൊന്നത്. ഈ വീടിന്റെ സിറ്റൗട്ടിൽ ചോര തളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം അത്ര ഭീകരമായ ദൃശ്യമാണ്. ആ സിറ്റൗട്ട് മുഴുവൻ മൊത്തം ചോര നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്കൊക്കെ ചോര ഒഴുകിയ ഒരവസ്ഥയിലായിരുന്നു. അതിനുശേഷമാണ് വീട്ടിനുള്ളിൽ നിന്ന് വിഷ്ണുവിനെ വിളിച്ചിറക്കിയ ശേഷം പുറത്തിട്ട് കൊടുവാൾ കൊണ്ട് വിഷ്ണുവിനെയും വെട്ടിക്കൊല്ലുകയായിരുന്നു. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ കുടുംബശ്രീയിൽ നിന്നടക്കം വൈഷ്ണവി ഒരു ലോൺ എടുത്ത് വിഷ്ണുവിന് പണം കൈമാറിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനെ ചൊല്ലിയുണ്ടായ ഒരു വാക്കേറ്റമാണ് രാത്രിയിൽ വഴക്കായത്. ആ വഴക്കിനെ തുടർന്നാണ് വീട്ടിൽ നിന്ന് വൈഷ്ണവി ഇറങ്ങി ഓടി ഇവിടെ ഈ വിഷ്ണു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ വീടിന് മുന്നിലെത്തി കൊലപാതകം നടക്കുന്നത്. ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത് വിഷ്ണുവും വിഷ്ണുവിന്റെ അമ്മയുമായിരുന്നു. അമ്മയെ പോലീസ് ഇവിടെ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്ര മാരകമായ ഒരു കൊലപാതകം, ഭീകരമായ ഒരു കൊലപാതകമാണ്. കൊടുവാള് കൊണ്ട് അതിമാരകമായ ഒരു പെൺകുട്ടിയെ വെട്ടി കൊലപ്പെടുത്തുകയും ഒപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തിനെയും വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. ബൈജുവും വിഷ്ണുവും അടുത്ത സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരപ്പണിക്കാരാണ് ഇരുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നിന്നപ്പോൾ ഈ ഇവരുടെ വീട് എവിടെയായിട്ടായിരുന്നു വൈഷ്ണവിയുടെ?
അതായത് ഈ വീടിൽ നിന്നും അല്പം മാറിയായിരുന്നു വൈഷ്ണവിയും ബൈജുവും താമസിച്ചിരുന്ന വീടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി 11 മണിയോടുകൂടിയായിരുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ബൈജുവിന്റെ സുഹൃത്തുക്കളെ വിളിച്ച ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം പറയുന്നത്. അങ്ങനെ സുഹൃത്തുക്കളാണ് പോലീസിനെ അറിയിക്കുന്നതും പോലീസ് എത്തിയാണ് ഇരുവരെയും ഇവിടെ നിന്ന് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണവി മരിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് വിഷ്ണു മരിച്ചത്. ഇരുവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അടക്കമുള്ള നടപടികൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ തുടങ്ങും. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ബൈജു പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ബൈജുവിൽ നിന്നുള്ള മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിനു, ഈ രണ്ടുപേർക്കും ബൈജുവിനും വൈഷ്ണവിക്കും മക്കളുണ്ടോ? അവരുടെ സാന്നിധ്യത്തിലോ മറ്റോ ആയിരുന്നോ ഈ തരത്തിലുള്ളൊരു അക്രമം? നമുക്ക് ഇവിടെ ആ സമയത്ത് വിഷ്ണുവിന്റെ അമ്മയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നാണ് പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അത്രയേറെ രക്തമാർന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെ വൈഷ്ണവി മരണപ്പെട്ടു. അതിനുശേഷം ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടയിലാണ് വിഷ്ണു മരിക്കുന്നത്. വിഷ്ണുവിന്റെ അമ്മ ആ സമയം വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രാമപ്രദേശമാണ്, ഉൾപ്രദേശമാണ് ഈ കൊലപാതകം നടന്ന കലഞ്ഞൂർ പാടം പടയണിപ്പാറ എന്ന സ്ഥലം. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് വൈഷ്ണവിയുടെ വീട്. ഇവിടെ നിന്നാണ് വൈഷ്ണവി രാത്രിയിൽ രക്ഷപ്പെട്ടത്. നിലവിളിച്ചുകൊണ്ട് കൊടുവാളുമായി ബൈജു എത്തിയപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്നാണ് വൈഷ്ണവി ഓടിയതും. ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഇവിടുന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ ദൂരമാണ് ആ വീട്ടിലേക്ക് ഉള്ളത്. ആ വീട്ടിലേക്കാണ് ഓടിക്കയറിയത് വൈഷ്ണവി. അവിടെ വെച്ചാണ് ആ വീടിന്റെ സിറ്റൗട്ടിലിട്ടാണ് വൈഷ്ണവിയെ ബൈജു വെട്ടിക്കൊന്നത്. അതിനുശേഷമാണ് വിഷ്ണുവിനെയും വിളിച്ചിറക്കിയത്. ഇവിടെ ഏകദേശം ഒറ്റപ്പെട്ട ഒരു പ്രദേശമെന്ന് തീർത്തും പറയാൻ കഴിയില്ലെങ്കിൽ പോലും അടുത്തടുത്ത് അങ്ങനെ കാര്യമായി വീടുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നു പറയുന്നത്.